സ്വന്തം ഭാര്യയെയോ കുട്ടികളെയോ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും കൊടുക്കാതെ പബ്ലിക്കിനെ റെഡിയാക്കാൻ കുറച്ച് ആൾക്കാർ ഇങ്ങനെ റെഡിയായിട്ട് പേരെന്തറിയും മോട്ടിവേഷൻ ചെയ്യുന്ന ആളാണ്. അയ്യോ, അത് കേട്ടിരുന്നാൽ തന്നെ എന്ത് സുഖമാണ്, ജീവിതം അങ്ങ് മാറി മറിയും. ആരൊക്കെ എന്തൊക്കെ വന്നിരുന്ന് പറഞ്ഞാലും ശരി, നമ്മൾ അധ്വാനിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. ഈ അടുത്ത കാലത്തായിട്ടൊന്നും കണ്ടായിരുന്നു, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല, ഓടി നടന്നങ്ങ് മോട്ടിവേഷനാണ്. എന്നിട്ട് നല്ല ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾക്ക് തന്നെ മനസ്സിലായി, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ല, ചുറ്റിനും നിൽക്കുന്നവരൊക്കെ നല്ല ബുദ്ധിയുള്ളവരാ, നമ്മളെ അടിച്ച് വെളിയിൽ കളയും എന്ന് വിചാരിച്ച് അങ്ങ് വെളിയിലേക്ക് വന്നു. പിന്നെ മോട്ടിവേഷനായി. ഒരു ചെറിയ കുട്ടിയെ കൂട്ടി ഹോട്ടലിൽ കൊണ്ടുപോയി ഇതെൻ്റെ മകളാണ് എന്നും പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തന്നെ അത് കൊടുത്തിട്ട് ആളില്ല. എന്നിട്ട് ഇതിന് കാരണക്കാരാരാന്നറിയോ? ആ കുട്ടിയുടെ അച്ഛനും അമ്മയും. സ്വന്തം ആൾക്ക് എന്താണ് വേണ്ടത്, ആ കുട്ടി എങ്ങനെയാണ് അങ്ങനെ ആയി മാറാനുള്ള കാരണം, അത് തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾ തന്നെ ആയിരിക്കും. എന്നിട്ട് എവിടോ ഉള്ളൊരുത്തനെ ഫസ്റ്റ് ഒരാൾ നമ്മളോട് ഇപ്പം ഞാൻ തന്നെ എന്നെ തന്നെ എടുത്തു, എന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ എവിടാണെന്നെങ്കിലും അറിയുമോ? അറിയത്തില്ലല്ലോ. അപ്പം നമ്മളോട് ആദ്യം അളവിൽ ഒരാളോട് നമ്മൾ അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും അവരാരാണ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അവർ പറയുന്നത് വേറൊന്നായിരിക്കും, പ്രവർത്തിക്കുന്നത് വേറൊന്നായിരിക്കും. അപ്പോൾ ഒരാളെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടിയെ കൊണ്ടുവന്ന് അങ്ങ് അവിടെ കൊടുത്തിട്ട് അയാൾ ആരാണ് എന്താണ് ഫസ്റ്റ് അവർക്ക് ഭാര്യയുണ്ടോ, ആരെങ്കിലും ഉണ്ടോ? ഒരു ഭാര്യയെയും മകളെയോ മക്കളെ പോലും നല്ല രീതിയിൽ നോക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തി പിന്നെ സമൂഹത്തിനെ എങ്ങനെ നോക്കും? അത് ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇന്നെല്ലാവരും കുറേശ്ശെ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. പിന്നെ വേറൊന്ന് കണ്ടായിരുന്നു, ഒരു ചെക്കനാണെങ്കിൽ 25 പേരെ എന്തോ ഇത് ചെയ്തു, പീഡിപ്പിച്ചു. 25 പേര് വരിവരിയായിട്ട് പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കുന്നത് കണ്ടോ? എന്നിട്ട് ആ ചെക്കന് മാത്രം പ്രശ്നം. ഈ പീഡിപ്പിച്ച ആൾക്കാരെയും കൂടെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. പെണ്ണിന് മാത്രമേ ഉള്ളൂ പീഡനം. 2 പേരും കൂടെ നല്ലതായിട്ട് ആടിത്തിമിർക്കും. എന്നിട്ട് ചെക്കൻ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ അവനെ അങ്ങ് കുരുക്കും. ഇതാണ് ഈ പെണ്ണുങ്ങളോട് കാര്യം. ചെക്കന്മാർക്കത് മനസ്സിലാവത്തുമില്ല. അവരെല്ലാവരെയും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരേപോലെ കൊണ്ടുപോകാനൊക്കെ നോക്കും. പക്ഷേ പെണ്ണുങ്ങൾ വിടത്തില്ല, അവർ ബുദ്ധിശാലിയാണ്. കുറച്ചെങ്കിലും ഒരു മാറ്റങ്ങൾ ഏർപ്പെടുമ്പോൾ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും, എന്നാൽ ഇവനെ ഞാൻ അങ്ങ് ശരിയാക്കാം എന്ന് വിചാരിച്ച് ഇവൻ്റെ ആണി വേര് ഇളക്കാനായിട്ട് പോകും. ഇളക്കാൻ ഇങ്ങനെ ശ്രമിക്കുമ്പോഴായിരിക്കും അവിടെ നിന്നും 2 3 ഇങ്ങോട്ട് വരുന്നത്. എല്ലാം കൂടെ കൂട്ടം ചേർന്ന് ഒറ്റയടിയാൽ ആണി അടിക്കും. അതുപോലൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 16 വയസ്സ് പെണ്ണിനെ കൊണ്ടുവന്ന് ഇപ്പോഴാണെങ്കിൽ അല്ല, ഡോക്ടറൊന്നും വേണ്ട, മാനസിക അസുഖം വന്ന ഡോക്ടർ വേണ്ട, ഉസ്താദ്, പള്ളിയിലച്ഛൻ, മന്ത്രവാദി, പൂജാരി ഇവരൊക്കെ മതി. ഇവരൊക്കെ അങ്ങ് നടത്തും. ഇവരെല്ലാം ദൈവത്തിൻ്റെ പ്രതീകങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ ചെയ്യുന്ന ഇവരാണെന്നാണ് തോന്നുന്നത്. എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ ഇവർ സാധാരണ ആൾക്കാർ പോലും ഈ പെണ്ണുങ്ങളോട് അത്രയ്ക്കും ഉണ്ടോയെന്ന് ഒരു സംശയമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര വീക്കുള്ള ആൾക്കാരാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ കുട്ടികളെ നമ്മുടെ പെൺകുട്ടികളെ ആൺകുട്ടികളെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആ പൂജാരി എടുത്തുകൊണ്ട് പോയി എന്തോന്ന് ബാധ ഒഴിയാനാ? മാനസിക പ്രശ്നമാണ്. ബാധയോ പിശാചോ യക്ഷിയോ ഒന്നും ശരീരത്ത് കയറത്തില്ല. അത് മാനസികമായിട്ട് ഞാൻ ഈ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇതേപോലല്ല, ആ സമയത്ത് നമുക്ക് ഒരു പ്രശ്നമൊക്കെ വരും. നമുക്ക് ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ മാതാപിതാക്കളുടെ ഒരു സംരക്ഷണവും അവരുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ട കാലഘട്ടം 10 തൊട്ട് 16 വരെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് വീട്ടിൽ ഇവർ രണ്ടും വഴക്കടിക്കുന്നതാണ് വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കൊന്നും ഒരു ഇഷ്ടമേ അല്ല എപ്പോഴും വഴക്കൊക്കെ. അപ്പോഴാണെങ്കിൽ ഇതേപോലെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്നെ ഈ പെന്തിക്കോസ് എന്നൊക്കെ പറയത്തില്ലേ, അവിടെ ഞങ്ങളുടെ ഒരു റിലേഷൻ അവിടെ ഇങ്ങനെ എപ്പോഴും പോകുമായിരുന്നു. അപ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടർ ചേഞ്ചായി. സത്യമായിട്ടും അനുഭവിച്ച കാര്യമാണ്. ചേഞ്ചായിട്ട് ഞാൻ എന്തുവാ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. കിടന്ന് ഉരുളുന്ന അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട്, വീട്ടിൽ പോലും ഉരുണ്ട് ഞാൻ ഒരിടത്ത് അടങ്ങി കിടന്ന് ഉറങ്ങുന്ന ആളാണ്.
ഒരിടത്ത് പോലുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു അവിടെ ഭയങ്കര പ്രാർത്ഥനയൊക്കെ അല്ലേ. അതിൻ്റെ ആ ഒരു ഇടത്ത് പോകുമ്പോൾ എൻ്റെ മനസ്സങ്ങ് മാറിപ്പോയി. ഞാൻ എന്തോ ചെയ്യുന്നു എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പം ഒരു മാനസിക അസുഖമാണ്. അത് എങ്ങനെയാണ് അവരിലേക്ക് വന്ന് ചേർന്നതെന്ന് മനസ്സിലാക്കി അത് മാറ്റാൻ ശ്രമിക്കാതെ കുഞ്ഞിനെ കൊണ്ടുപോയി വല്ലവൻ്റെയും കയ്യിലെല്ലാം കൊടുത്തിട്ട് അവൻ ആരാന്നോ അവന് കുടുംബം ഉണ്ടോന്നോ ഇന്നത്തെ കാലത്ത് അധികം ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയോ അല്ല കുടുംബം പോലും കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ആൾക്കാരൊക്കെയാണ് സമൂഹത്തിനെ സംരക്ഷിച്ച് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നല്ല ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഒരു തെരഞ്ഞെടുപ്പിലോ മറ്റുള്ള കാര്യത്തിലോ ഒക്കെ നിർത്തേണ്ടത്. പല ആൾക്കാർക്കും കുടുംബം ഉണ്ടാവത്തില്ല. ഭാര്യയെ അടിച്ചങ്ങ് കളയും, മക്കളെ അടിച്ചങ്ങ് കളയും. എന്നാലും ഞാൻ ഈ സ്ഥാനത്തിരിക്കണം, ആ സ്ഥാനത്തിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിങ്ങനെ ഒരു 2 ദിവസം കൊണ്ട് ഇതൊക്കെയാണ് നോക്കുന്നത്, കാണുന്നത്. കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കുന്നതും അമ്മ അങ്ങ് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ പ്രശ്നം വേണ്ട, ഒരു പ്രശ്നവും വേണ്ടാന്ന് വിചാരിച്ച് ഇവരിങ്ങനെ ഒഴിഞ്ഞു പോകാം എന്ന് വിചാരിച്ച് ഏതോ മെസ്സേജ് വന്നു. അവർ ഒഴിഞ്ഞു പോകാൻ പക്ഷേ മറ്റുള്ളവരങ്ങനല്ലല്ലോ. അതൊരു പബ്ലിക് പ്രശ്നമല്ലേ. അവർ ചുമ്മാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ എന്തു ആയാലും ഒരു നല്ല ഞാനൊരുപാട് കണ്ടിട്ടുണ്ട്. അയാളുടെ ഒരുപാട് എൻ്റെയും സത്യം പറഞ്ഞാൽ ഒരു മോട്ടിവേറ്ററായിരുന്നു അയാൾ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നതെല്ലാം കാണും. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചോണം, പബ്ലിക്കിൽ വന്ന് അതിവിനയം കാണിക്കുകയും സംസാരത്തിൽ സോഫ്റ്റ് വെച്ച് അയ്യോ ചക്കരെ പൊന്നെ എന്തോടാ കൂട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെ സൂക്ഷിക്കണം. അത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും. ചിലരൊക്കെ എന്നോട് തന്നെ പറയുന്നുണ്ട് എൻ്റെ സംസാരമൊന്നും ശരിയല്ല, കുറച്ച് സോഫ്റ്റ് ആക്കണോ. സോഫ്റ്റ് ആക്കത്തില്ല, ഇത് തന്നെയാണ് ഞാനിങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല സുഖമാണ്. അതാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നെന്താണ് പ്രധാനമായിട്ട് പറഞ്ഞത്? ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു കാര്യങ്ങളും ഇല്ലല്ലേ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കാൻ. വേറൊരു കഥയും കൂടെ ഇന്ന് ഉണ്ടാക്കണം. ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. വേറൊരു കഥയും കൊണ്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു വെരി മച്ച്.